മൈ ഡിയർ ഫാമേഴ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മൈ ഡിയർ ഫാമേഴ്സ്, 4/11/2025 ബ്രോയിലർ ഫാം റേറ്റ് അപ്ഡേഷൻ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മൈ ഡിയർ ഫാമേഴ്സിൻ്റെ പുറകിലിരിക്കുന്ന ആ ഒരു എയ്ത്തൊക്കെ ഇങ്ങനെ തല തിരിഞ്ഞിരിക്കാൻ കാരണം വേറൊന്നുമല്ല, ഞാൻ ഇന്ന് മൊബൈലിൻ്റെ ഫ്രണ്ട് ക്യാമറയിലാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, അല്ല റെക്കോർഡ് ചെയ്യുന്നത്. അതിൻ്റെ കാരണമുണ്ട്. അതായത് നമ്മൾ ഈ ഒരു ഇൻകാർഡസൻ്റെ ബൾബ് അല്ലെങ്കിൽ ഈ ഒരു ഹാലജൻ ബൾബുമായിട്ട് ബന്ധപ്പെട്ട് പല വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടുന്ന അഫിലിയേറ്റഡ് ലിങ്ക്, അതായത് ഫ്ലിപ്കാർട്ടിൻ്റെ ആ ഒരു അഫിലിയേറ്റഡ് ലിങ്ക് ഞാൻ വീഡിയോയുടെ മുകളിൽ വെക്കാറുണ്ടായിരുന്നു. പക്ഷേങ്കിൽ കുറേ വീഡിയോയിൽ നിന്ന് യൂട്യൂബ് ആ ഒരു ലിങ്ക് റിമൂവ് ചെയ്യുകയാണ്. അപ്പോൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പറയുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഒരു ബൾബ് കൃത്യമായിട്ട് തന്നെ അതിനകത്ത് കാണിക്കുന്നില്ല, അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് റിമൂവ് ചെയ്യപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ട് ക്യാമറയിൽ കൂടിയാകുമ്പോൾ എനിക്ക് കറക്റ്റ് നമുക്ക് ഇത് പറഞ്ഞു തരാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തെ ഒരു പ്രത്യേകത ഇതിന് മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്, ത്രെഡ് ടൈപ്പാണ് വരുന്നത്. ഈ ഒരു ഹോൾഡറാണ് നമ്മൾ ഇതിൻ്റെ ഏറ്റവും ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഇതേപോലെ ഇങ്ങനെ സ്യൂട്ടാണ്, സിമ്പിളായിട്ട് അങ്ങ് ഒന്ന് ഇങ്ങനെ ഫിക്സായി നിൽക്കുന്നുണ്ട്. രണ്ടാമത്തെ വെച്ച് ഇത് ഹീറ്റ് ആകുന്ന പ്രശ്നമില്ല, ഷോക്ക് അടിക്കുന്ന പ്രശ്നമില്ല. പിന്നെ വെച്ചാൽ ഒരിക്കലും വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഈ ഒരു ഹോൾഡർ ഒരിക്കലും മാറ്റേണ്ടി വരുന്നില്ല. കാരണം നമ്മൾ സാധാരണ രീതിയിൽ വരുന്ന ഹോൾഡറാകുമ്പോൾ അത് ഉരുകിയിട്ട് വരുന്ന പ്രശ്നമുണ്ട്. പിന്നെ അതിൻ്റെ പിന്ന്, അതായത് 2 പിന്ന് വരുന്നുണ്ട്, ആ പിന്ന് ലൂസ് കോൺടാക്ട് വരാറുണ്ട്. അപ്പം അത്തരം പ്രശ്നങ്ങളൊന്നും ഈ ഒരു ഹോൾഡറിനില്ല. ഇത് നമുക്ക് ഈ ഒരു ത്രെഡ് ടൈപ്പും വരുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മൾ ഈ ഒരു ബൾബിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ ഒരു ത്രെഡ് ടൈപ്പും വരുന്നുണ്ട്. നമുക്ക് ഇവിടെ സാധാ ബൾബ്, ഇനിയിപ്പോൾ നിങ്ങൾ 200-ൻ്റെ ബൾബാണ് ഉപയോഗിക്കുന്നത്, അതിന് ഇവിടെ പിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ ഒരു ഫോട്ടോ നിങ്ങൾ അവിടെ കാണുന്നുണ്ട്. അവിടെ തൊട്ട് ഒന്നുകിൽ അഫിലിയേറ്റ് നിന്ന് കാണിക്കണം, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കാണിക്കണം. ജസ്റ്റ് നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു പ്രൊഡക്റ്റും കാണാൻ പറ്റും, അവിടെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റും കാണാൻ പറ്റും. നിങ്ങൾക്കിപ്പോൾ ഒരു 5000-ൻ്റെ ഫാമാണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു 1000 കോഴിക്കുള്ള ഒരു എന്താ പറയുക 4 ബൾബും 4 ഹോൾഡറും വെച്ചൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ LFMS ഇന്നത്തെ ഫാം റേറ്റ് ഒക്കെ നോക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നമുക്ക് ഫാമിൽ നമ്മുടെ ഫാം, അതായത് ഒരു ആളുകളുടെ പ്രദേശത്തൊക്കെ ആണെങ്കിൽ നമുക്ക് കീരി അങ്ങനത്തെ വന്യജീവികളൊക്കെ വന്ന് ബുദ്ധിമുട്ടിക്കുന്ന പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ അവിടെ നമുക്കൊരു സൊല്യൂഷനാണ് നമ്മൾ എന്തെങ്കിലും മ്യൂസിക് വെച്ച് കൊടുക്കുക. മ്യൂസിക് മീൻസ് നമ്മൾ FM റേഡിയോയൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ അത്തരം ജീവികൾ നമ്മുടെ ഫാമിലേക്ക്, അതായത് ആ സമയത്ത് രാത്രി കാലങ്ങളിലും അല്ലാത്ത സമയത്തൊക്കെ വരുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ LFMS നമ്മളിങ്ങനെ മ്യൂസിക് വെച്ച് കൊടുക്കുമ്പോൾ മാക്സിമം FM റേഡിയോ കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കാരണം റേഡിയോ ആകുമ്പോൾ അതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംസാരം കൂടെ വരുന്നത് കൊണ്ട് അതിൻ്റെ ഫാമിനകത്ത് ആൾപെരുമാറ്റമുണ്ട് എന്ന് കരുതിയിട്ട് പൊതുവേ കീരികൾ നമ്മുടെ ഫാമിൽ ആ ഒരു പകൽ സമയത്ത് വരുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ മൈ LFMS ഇങ്ങനെ ഒറ്റപ്പെട്ട സ്ഥലത്തൊക്കെ ഫാം ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഞാൻ 1-2 എൻ്റെ ഫാമിലൊക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഈ ഒരു കാര്യം ചെയ്തപ്പോൾ അത് പൂർണ്ണമായിട്ട് നമുക്ക് ആ ഒരു പ്രശ്നം ഒഴിവായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു കാര്യം പറഞ്ഞത്.